നമസ്കാരം. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചേക്കുന്ന ആരോപണം ഇലക്ഷൻ കമ്മീഷനെതിരെയും നമ്മളുടെ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിക്കെതിരെയും മുന്നോട്ട് വെച്ചേക്കുന്ന ആരോപണം അത് സത്യസന്ധമാണ് എന്നാണ് തോന്നുന്നത്. ഇതുവരെ രാഹുൽ ഗാന്ധി സംസാരിച്ചതുപോലെയല്ല. ആദ്യം തന്നെ പറയാം, ഞാനൊരു രാഹുൽ ഗാന്ധി സപ്പോർട്ടറോ ഫോളോവറോ ഒന്നുമല്ല. അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ്, അതൊക്കെ അൺവാണ്ടഡ് ആണ്, അതൊന്നും വലിയ ബുദ്ധിയില്ലാതെ പറഞ്ഞതാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ടും അല്ലാതെ മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെ മണ്ടത്തരമാണ് എന്ന് പോലും പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. 90% അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം അത് വെറും ആരോപണമല്ല. അതിന്റെ പുറകെ കുറേ സമയമെടുത്ത് അതിന്റെ പുറകെ കുറേ നടന്ന് പഠിച്ച് വ്യക്തമായിട്ടൊരു കേസ് സ്റ്റഡി പോലെ എടുത്തു വെച്ച് പഠിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് സത്യമാണ് എന്ന് വിലയിരുത്തിയതിനു ശേഷം പ്രൂഫുകൾ സഹിതമാണ് നമ്മളുടെ മുമ്പിൽ വന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പ്രൂഫുകളൊക്കെ തന്നെ സത്യമാണ് എന്ന് പല മാധ്യമ പ്രവർത്തകരും അതിന്റെ പുറകെ നടന്ന് അന്വേഷിച്ചപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രൂഫുകളും മുന്നോട്ട് വെച്ച ആരോപണങ്ങളും വെറും ആരോപണമല്ല, ഫാക്റ്റുകളാണ് നമ്മളുടെ മുമ്പിൽ നിരത്തിയേക്കുന്നത്. അപ്പൊ നമുക്കതിനെ വിശ്വസിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അതിനെ കണ്ണടച്ച് കളയാനും പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് അദ്ദേഹം നല്ലതായിട്ടൊരു കാര്യം ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ദിസ് ഈസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഫ്രം ആൻ ഒപ്പോസിഷൻ ലീഡർ. ഒരു ഒപ്പോസിഷൻ ലീഡറിന്റെ ഭാഗത്ത് നിന്ന്, ഒരു ഒപ്പോസിഷൻ പാർട്ടിയിലുള്ളൊരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ, സംസ്ഥാനത്തിന്റെ ഒപ്പോസിഷൻ പാർട്ടി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ റൂളിംഗ് പാർട്ടിയും സ്ട്രോങ് ആവത്തുള്ളൂ. റൂളിംഗ് പാർട്ടിയും ഒപ്പോസിഷൻ പാർട്ടിയുടെയും ഇടയിൽ ഒരു ബാലൻസ് ഉണ്ടാവണം. ചോദ്യങ്ങൾ ചോദിക്കേണ്ടിടത്ത് ഒപ്പോസിഷൻ പാർട്ടിയിലുള്ളവർ ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ റൂളിംഗ് പാർട്ടിക്ക് തന്നിഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഉന്നയിക്കപ്പെട്ട ഒരു, അതായത് ശരിക്കും പറഞ്ഞാൽ വ്യക്തവും ശക്തവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. ഇത്രയും നാളും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച അറ്റാക്കിനെക്കാട്ടിലും ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയേക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നതിനെ കണ്ണടച്ച് കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇത് കണ്ണടച്ച് കളയേണ്ട ഒരു വിഷയമാണോ സത്യത്തിൽ? ഒരിക്കലും അല്ല. കാരണം ഒരു ചെറിയ പ്രദേശത്ത് പോലും ലക്ഷക്കണക്കിന് കള്ള വോട്ടുകൾ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യം ചെയ്തത് നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അതായത് വെറും ഒരു ഐഡിയ അല്ല, നമ്മളുടെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ രാജ്യത്തെ പൗരൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്, ഏറ്റവും വലിയ റൈറ്റ് എന്താണ്? ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ, ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഓരോ പൗരനും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി അല്ലെങ്കിൽ റൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെമോക്രസി ആണെന്ന് പറയും. വോട്ടിംഗ് റൈറ്റ്, അതായത് ജനാധിപത്യം എന്ന് പറയുന്ന അത് നമുക്ക് തരുന്ന ഏറ്റവും വലിയ റൈറ്റ് എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ് ആണ്. നമ്മളുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനും വോട്ട് ചെയ്ത് ജയിപ്പിക്കാനുമുള്ള അവകാശമാണ് ഒരു പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശം. പൗരാവകാശത്തിൽ ഏറ്റവും വലുത് അതാണെന്ന് പറയാൻ സാധിക്കും. ആ അവകാശത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്തേക്കുന്നത്. ഫേക്ക് ആയിട്ടുള്ള വോട്ടുകൾ ചെയ്തതിലൂടെ ആ അവകാശത്തെയാണ് ചോദ്യം ചെയ്തേക്കുന്നത്. വെറുതെ ഡെമോക്രസിയുടെ ഐഡിയ മാത്രമല്ല, നമ്മുടെ വോട്ടിംഗ് റൈറ്റിനെ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ, എല്ലാത്തിനെയുമാണ് ഇവിടെ ചോദ്യം ചെയ്തേക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞത് കണ്ണടച്ച് വെറുതെ കളയേണ്ട ഒരു കാര്യമാണോ? പല മാധ്യമപ്രവർത്തകരും ഇത് മുക്കുന്നുണ്ട്, പലരും ഇത് മുക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള തെളിവുകളൊക്കെ തന്നെ മുക്കാനുള്ള ശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരും ഇത് കണ്ണടച്ച് വെറുതെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും ആ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതായത് ഈ രാജ്യം എങ്ങനെ നടക്കണം, എങ്ങനെ ആയിരിക്കണം ഈ രാജ്യത്തിന്റെ പോക്ക് എന്ന് അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പോലും ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അതിനകത്തുള്ളത്? റൂളിംഗ് പാർട്ടിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. റൂളിംഗ് പാർട്ടി ആയിക്കോട്ടെ, ഏത് വലിയ പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ഹൂവർ, ഇപ്പൊ പ്രസിഡന്റ് ആയിക്കോട്ടെ, ആർക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല, നമ്മുടെ ഡെമോക്രസിയെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല, നമ്മുടെ വോട്ടിംഗ് റൈറ്റിൽ കൈ കടത്താനുള്ള അവകാശമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തരം ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് വാല്യൂ ആണുള്ളത്? ഇത് ഇന്ന് മുതലേ നടക്കുന്നൊരു സംഭവമൊന്നും അല്ല. ഇതിനു മുമ്പും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഒരാള് ആ കാര്യങ്ങൾ മുന്നോട്ട് തെളിവുകൾ സഹിതം നിരത്തുമ്പോൾ അത് നമ്മൾ കണ്ണടച്ച് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിന്റെ ചെറിയൊരു വാർത്താ റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്.
10 സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന 10-9 സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന ഒരു ചെറിയ റൂമിൽ 80 പേരാണ്. ആ ഒരു ഇതിനെ മാത്രം വെച്ചിട്ട് 80 പേരാണ്, 80 വോട്ടേഴ്സാണ് ആ ഒരു റൂമിൽ താമസിക്കുന്നത് എന്ന് അവിടേക്ക് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ ഇപ്പോൾ ഉള്ളത് 4 പേരാണ്. അത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് 4 പേര്. ബാക്കിയുള്ള ആൾക്കാരെ അവർക്കാർക്കും അറിയത്ത് പോലും ഇല്ല. ഒരു വ്യക്തി തന്നെ 4-5 ഫേക്ക് വോട്ടുകൾ ചെയ്തേക്കുന്നു പല പേരുകളിൽ. എവിടുത്തെ പരിപാടിയാണ്? കേരളത്തിൽ ഇത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത്ര തീവ്രമായിട്ട് കേരളത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സ്ഥലത്തെ കാര്യം മാത്രമാണെന്നുണ്ടെങ്കിൽ അപ്പൊ ബാക്കി എല്ലാ സ്ഥലത്തെയും കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? കുറെ ആൾക്കാർ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളും എന്താണ് പിന്നെ ആരോപിക്കാത്തത്? ഇത് വെറുതെ അങ്ങ് വന്നിരുന്ന് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം കുറേ സമയമെടുത്ത് ഒരുപാട് ആൾക്കാർ, ഒരു ടീം തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് എല്ലാ ലിസ്റ്റും പരിശോധിച്ച് ഓരോ വ്യക്തിയെയും ഓരോ വോട്ടറിൻ്റെയും പേരും സ്ഥലവും അഡ്രസ്സും എല്ലാം നോക്കി പരിശോധിച്ച് അവിടെ പോയി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം പ്രൂഫുകൾ നമുക്ക് നിരത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ചോദിക്കുന്നത് പ്രൂഫ് എവിടെ എന്ന്. അപ്പൊ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വാടകയ്ക്ക് കൊടുക്കുന്ന ലൈൻ മുറികളാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ലൈൻ മുറികളാണ്. ആ ലൈൻ മുറികളിൽ ഏകദേശം ഒരു 40ഓളം മുറികളുണ്ട്. നമ്മൾ 1 മുതൽ 40 മുറികളിലും നമ്മൾ ഓരോ മുറികളും പോയി അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അതിൽ ഈ 35ാമത്തെ മുറിയുടെ നമ്പറിലാണ് 80 പേരുടെ വോട്ടർ പട്ടികയിൽ പേരുള്ളത്. ഈ 80 പേര് അവിടെ മുൻകാലങ്ങളിൽ താമസിച്ചു വരുന്നവരാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു ഫുഡ് ഡെലിവറി ബോയാണ്. ആ ഫുഡ് ഡെലിവറി ബോയും അദ്ദേഹത്തോടൊപ്പം ഒരാൾ കൂടി താമസിക്കുന്നുണ്ട്. ഈ 2 പേർ മാത്രമാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ മുറി പൂട്ടിക്കിടക്കുകയായിരുന്നു. അദ്ദേഹം പുറത്തു പോയി എന്നുള്ളതാണ് തൊട്ടടുത്ത മുറിയുടെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹൗസ് ഓണറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നേരത്തെയൊക്കെ കുറെ ആളുകൾ താമസിച്ചിരുന്നു. ഇപ്പൊ താമസിക്കുന്ന അദ്ദേഹം ഒരു 6 മാസമായി അവിടെ ഉണ്ട്. അതിനു മുമ്പ് അവിടെ ആളുകൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ ഇങ്ങനെ മാറി വരുമ്പോൾ ഇവർ മാറിപ്പോയവരാണ് എന്നും പുതിയ വോട്ടർമാർ അല്ലെങ്കിൽ പുതിയ താമസക്കാരുണ്ട് എന്നും ഈ ഹൗസ് ഓണർ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അറിയിക്കേണ്ടതും പുതിയ വോട്ടർ പട്ടിക വരുമ്പോൾ പഴയ ആളുകളുടെ പേര് വെട്ടുകയും അല്ലെങ്കിൽ പഴയ ആളുകൾക്ക് വേറെ ഇടങ്ങളിൽ വോട്ട് ഉണ്ടാകുമ്പോൾ അവരവിടെ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനത്തെ നടപടിക്രമങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഇനി അങ്ങനെ പഴയ കാലത്ത് താമസിച്ചിരുന്നവരാണെങ്കിൽ പോലും 80 പേരൊക്കെ ആ മുറിയിൽ താമസിക്കണമെങ്കിൽ ഏകദേശം ഒരു 5-10 വർഷം മുമ്പൊക്കെ ആയിരിക്കണം അവിടെ താമസിച്ചു വരുന്നവരായിരിക്കണം. ഏതായാലും സാധ്യത വളരെ കുറവാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ധാരാളം ഇരട്ട വോട്ടുകൾ എന്ന് പറയാൻ പറ്റില്ല, ഇത്തരം ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലുണ്ട്. കെട്ടിട നമ്പർ 1 ആയിരിക്കും. ആ കെട്ടിട നമ്പറിൽ തന്നെ നിരവധി പേർ താമസിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വലിയ കെട്ടിടമാണെന്നൊക്കെ ഉദ്ദേശിച്ചാണ് നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്തൊക്കെ ധാരാളം ആളുകൾ ആ ഭാഗത്തുണ്ടായിരുന്നു. നമ്മൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുന്നു, ആ ഭാഗത്ത് ആ മുറി പരിശോധിക്കുന്നു. 35ാമത്തെ മുറിയാണ്. അത് പൂട്ടിക്കിടക്കുകയായിരുന്നു. തൊട്ടടുത്ത റൂമിൽ അവിടെ എത്ര പേർ അദ്ദേഹം ആ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ചാനലിൽ അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിട്ട് പിടികിട്ടും. അദ്ദേഹം അതിനകത്ത് പറഞ്ഞേക്കുന്ന നമ്പറുകളും കാര്യങ്ങളും ഒന്നും കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പല വീഡിയോസും കാണാൻ സാധിക്കും. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പല ഫാക്റ്റുകളും ആൾക്കാർ എടുത്തു വെച്ച് ചെക്ക് ചെയ്ത് അത് സത്യമാണ് എന്ന് പറയുന്ന വീഡിയോസും ഇപ്പോൾ യൂട്യൂബിൽ കാണാം, ധാരാളം കാണാം. ന്യൂസ് ചാനലുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പല ന്യൂസ് ചാനലുകൾ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്തേക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഇത് നമ്മുടെ റൂളിംഗ് പാർട്ടിക്ക് എഗിനസ്റ്റ് ആയിട്ട് എതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ആരോപണമാണ്. ഈ ആരോപണത്തിന് വെറുതെ ഞഞ്ഞാമുഞ്ഞ മറുപടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ഒരു ആരോപണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഷോ കാണിക്കുകയാണ് എന്നുള്ള മറുപടി മാത്രമാണ് ഓപ്പോസിറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. അങ്ങനെ വെറുതെ ഒരു മറുപടി മാത്രം കിട്ടിക്കൊണ്ട് കാര്യമില്ലല്ലോ. പ്രൂഫ് സഹിതം തെളിവുകൾ സഹിതം ഈ നിരത്തിയേക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം റൂളിംഗ് പാർട്ടിക്കുണ്ട്. ആരുടെ അടുത്താണ് തെളിയിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ അടുത്താണോ? അല്ല. ഒപ്പോസിഷൻ പാർട്ടിയുടെ മുമ്പിലല്ല തെളിയിക്കേണ്ടത്, ഈ രാജ്യത്തുള്ള പൗരന്മാരുടെ മുമ്പിലാണ്. പിന്നെ രാജ്യത്തുള്ള പൗരന്മാരും കണക്കാണല്ലോ. ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ പോലും പൗരന്മാർ തയ്യാറായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്താണ്? നമ്മൾ ഈ രാജ്യത്തെ സിറ്റിസൺ ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ബാക്കി എന്തിനു വേണമെങ്കിലും ഫേക്ക് കാണിച്ചു, പക്ഷെ നമ്മുടെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ അനുവദിക്കാതെ ഇരിക്കുക. നമുക്ക് കിട്ടിയേക്കുന്ന ഒരേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള കാര്യം അതാണ് ജനാധിപത്യം. ആ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ രാജ്യത്തുള്ളൊരു ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മളെ സ്ട്രോങ് ആക്കിയേക്കുന്നതും നമുക്ക് എല്ലാ റൈറ്റുകളും കിട്ടുന്നതും എന്തുകൊണ്ടാണ്? നമ്മളുടെ കയ്യിലിരിക്കുന്ന വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ്. അപ്പം അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും അനുവദിക്കാതെ ഇരിക്കുക. ഇതുപോലെ കള്ളവോട്ട് ചെയ്ത് ചെയ്യിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നൊരു സംഭവം?
ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ലീഡറിനെ തിരഞ്ഞെടുക്കാനാണ് ഈ വോട്ടിംഗ് റൈറ്റ് വെച്ചേക്കുന്നത്, ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഉദ്ദേശം നടന്നില്ല എന്നുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് താല്പര്യമുള്ളൊരു ലീഡറിനെ അല്ല തിരഞ്ഞെടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജനാധിപത്യം? അപ്പോൾ നമ്മുടെ മൂല്യങ്ങളെയും വാല്യൂസിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നവരെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതൊരിക്കലും കണ്ണടച്ച് കളയേണ്ട ഒരു സംഭവമല്ല. വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോട് കൂടിയിട്ട് ആൾക്കാർ എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മൾ ഏത് ബിലീഫിലാണ്, ഏത് പാർട്ടിയിലാണ് നമ്മൾ ബിലീവ് ചെയ്യുന്നത് എന്നൊക്കെ മാറ്റി നിർത്തുക. നമ്മുടെ ജനാധിപത്യത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒന്നും കാര്യമില്ല. അതിനെതിരെ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം ജനങ്ങളുടേതാണ്. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് വരുന്ന ബില്യൺസ് ഓഫ് ജനങ്ങളെ പറ്റിച്ച ആൾക്കാരോടുത്ത് തെളിവുകൾ ചോദിക്കേണ്ടത് നമ്മളാണ്. രാഹുൽ ഗാന്ധി സൗണ്ട് ഉയർത്തി, ശബ്ദം ഉയർത്തി, പക്ഷെ അദ്ദേഹം ചെയ്തത് നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒരിക്കലും കണ്ണടച്ച് തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല, വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്.